ACL റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞാൽ റിക്കവറി എന്നുള്ളത് പൂർണ്ണമായിരിക്കില്ല എന്നും അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നും നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കാറുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ആർക്കൊക്കെയാണ് സർജറിക്ക് ശേഷം ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ സർജറി എന്താണെന്ന് മനസ്സിലാക്കാതെ സർജറി ചെയ്യുകയും അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റിക്കവറിലേക്ക് വരുമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് കൃത്യമായിട്ട് അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് റിക്കവറി ലഭിക്കാത്തത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ACL റീകൺസ്ട്രക്ഷൻ സർജറിക്ക് ശേഷവും മെനിസ്കൽ റിപ്പയർ സർജറിക്ക് ശേഷവും ഒക്കെയുള്ള റിക്കവറി എന്നുള്ളത് എല്ലാവർക്കും ലഭിക്കും. പക്ഷേ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ മാത്രം. കാരണം ശരിയായ സമയത്ത് ചെയ്യുന്ന ആളുകൾ പോലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർ സ്വന്തമായിട്ട് പഠിക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ടുള്ള സക്സസ് എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ കോംപ്ലിക്കേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ശരിയായ സമയത്ത് ഇത് ചെയ്യാൻ സാധിക്കണം എന്നില്ല. കാരണം പലപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, കുറച്ചും കൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെ മുട്ട് ഫ്രീ ആയിട്ട് മടക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള കാര്യം. കാരണം മുട്ട് മടക്കുന്നതിനുള്ള ടൈറ്റ്നസ് തന്നെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് മുട്ട് മടക്കുന്ന കാര്യത്തിൽ ടൈറ്റ്നസ് ഉണ്ടെങ്കിലോ, അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് വിചാരിച്ച കാര്യങ്ങൾ ഒന്നും അച്ചീവ് ആയിട്ടില്ലെങ്കിലോ, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എക്സസൈസ് പ്രോഗ്രാം കറക്റ്റ് ആണോ? ഞാൻ എന്തുകൊണ്ട് ഇത് കൃത്യമായിട്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ അടുത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണ്. ഇനിയും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആണ് പ്രശ്നം, ഡെയിലി എനിക്ക് ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ വന്നുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ യാതൊരു വിധത്തിലും നിങ്ങൾ പേടിക്കേണ്ട. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ ഞങ്ങളുടെ ടീം അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം ഞങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളുക.